കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. LDF മുന്നണിയിലുള്ള എല്ലാവരും എന്നുള്ളതാണ്. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ ഒരു സാന്നിധ്യം അതിനകത്ത് പ്രകടമായി കണ്ടില്ല എന്നുള്ളതാണ്. അതൊരു വലിയ ഗുരുതരമായ പ്രശ്നം തന്നെയല്ലേ? പലപ്പോഴായിട്ടിത് ജോസ് കെ മാണി അകന്നു നിൽക്കുന്നുണ്ട്. പ്രകടമായി കണ്ടില്ല എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിൻ്റെ മന്ത്രിസഭയിൽ അംഗമായ ഞങ്ങളെ ആരാധനായ ബഹുമാനായ റോഷി അഗസ്റ്റിൻ അവിടെ സന്നിഹിതരാണ്. ഞങ്ങളുടെ ചീഫ് വിപ്പ് അവിടെ സന്നിഹിതരാണ്. പ്രമോദ് നാരായണ MLA അവിടെ സന്നിഹിതരാണ്. കേരള കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരൊക്കെയും സന്നിഹിതരാണ്. പക്ഷേ ജോസ് കെ മാണിയുടെ അഭാവം അല്ല, അദ്ദേഹം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെ ഇല്ല, ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇടതുപക്ഷവുമായി ഇതേ നിമിഷം വരെ താങ്കളുമായി സംസാരിക്കുന്ന ഈ നിമിഷം വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് ഞങ്ങളതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു ചർച്ച വരുന്നു, LDFിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ജോസ് കെ മാണി സാറിനെ അല്ലെങ്കിൽ റോഷി അഗസ്റ്റിൻ സാറിനെ അങ്ങനെ ഞങ്ങളുടെ നേതാക്കന്മാരെ അസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാൾ പോയാലും മതി, 2 പേർക്ക് വേണമെങ്കിൽ പോവാം, 3 പേർക്കും പോവാം. പാർട്ടിയുടെ നിലപാട് എന്താണ് അതാണ് പ്രാധാന്യം. പാർട്ടി നിലപാട് കൃത്യമാണ്. ഞാൻ പറയാം, ഈ 1:17 ഇന്നേ ദിവസം ഇതുവരെ ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഒരു പക്ഷേ പിന്നീട് ഉണ്ടായാൽ അത് അതിൻ്റെ വഴിക്കങ്ങ് പോകും. പക്ഷെ മുമ്പും LDF യോഗത്തിലും ഈ കേരള കോൺഗ്രസിൻ്റെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് സാർ, അത് ഒരു ദിവസമാണ്. ഒരു ദിവസം പെട്ടെന്ന് LDF കൂടുന്നു. അപ്പം ജോസ് കെ മാണിയും ഞങ്ങളുടെ നേതാക്കന്മാരും പങ്കെടുക്കേണ്ടത് സ്വാഭാവികമായിട്ടും പാലയാണല്ലോ ഞങ്ങളുടെ ഒരു പ്രഭവ കേന്ദ്രം. പാലയിൽ നിന്ന് ഏകദേശം ഒരു 100-150 കിലോമീറ്റർ ഓടി വേണം, വാഹനം ഓടി. ഇപ്പോഴത്തെ ആണെങ്കിൽ ട്രാഫിക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ ആയൂരിൽ നിന്നൊരു ചർച്ചയ്ക്ക് ട്രിവാൻഡ്രത്ത് വന്നപ്പം 2.5 മണിക്കൂർ എടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 4 മണിക്കൂർ എടുക്കും പാലയിൽ നിന്ന് ഒരാൾ വാഹനത്തിൽ ഇവിടെ വരാൻ. അതുകൊണ്ട് അടിയന്തരമായി ബന്ധപ്പെട്ട കാര്യത്തിലായതുകൊണ്ട് എന്തുപറ്റി, ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും നിലപാടുകളിൽ ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം വന്നിട്ടില്ല. ഇടതുപക്ഷത്തിൻ്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ സംസാരിച്ചിട്ടില്ല. അപ്പം ഞങ്ങളവരുടെ കൂടെ ഉണ്ടെന്നുള്ളത് കൃത്യമാണ്. അല്ല, ഇത് എടുത്തു പറയാൻ കാരണം മുമ്പും ജോസ് കെ മാണി ഇതുപോലെ, അതായത് മുഖ്യമന്ത്രി ഇവിടെ ഇല്ലാതിരുന്ന വിദേശയാത്ര സമയത്ത് ഈ നിയമസഭ വിളിച്ചു കൂട്ടണം, വന്യജീവി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി എന്നൊക്കെ ആവശ്യമുയർത്തി. അത് മുന്നണിയിലല്ല പറഞ്ഞത്, പൊതു ഇടങ്ങളിൽ പറഞ്ഞു എന്ന് പോലും LDF കൺവീനർ പറയുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ ആയതുകൊണ്ടാണ് നമ്മളങ്ങനെ കൂട്ടി വായിക്കുന്നത്. അല്ല വിജയൻ സാറേ, അതുകൊണ്ട് ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, താങ്കൾക്കറിയാമല്ലോ, കുടിയേറ്റ കർഷകരുടെയും മലയോര കർഷകരുടെയും എന്താണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവർ ഞങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വവും ധാർമ്മികമായ ബോധവും ഞങ്ങൾക്കുണ്ട്. കെ മാണി സാറ് തുടർന്നു വന്നതും ജോസ് കെ മാണി സാറ് തുടരുന്നതുമായ നയങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഒരു ഉത്തരവാദിത്ത രാഷ്ട്രീയ പാർട്ടി എന്നതിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ്റെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം അത് നിർവഹിച്ചിട്ടുണ്ട്. അന്ന് ഇല്ലായി അദ്ദേഹം ഗൾഫിൽ പോയതോ അല്ലെങ്കിൽ വിദേശത്തായിരുന്നു എന്നുള്ളതല്ല, ആ സമയമാണ് പ്രധാനം. അന്ന് നമുക്കറിയാം, പന്നികൾ ഇറങ്ങുന്നു, ആനകൾ ഇറങ്ങുന്നു, കാട്ടുപോത്തിറങ്ങുന്നു, കരടി ഇറങ്ങി ജനങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രി കേരളത്തിലുണ്ടോ, മുഖ്യമന്ത്രി വെളിയിലാണോ എന്ന് ചിന്തിക്കാൻ പറ്റില്ല. പണ്ട് PG ജോസഫ് സാർ പറഞ്ഞാണ്, മുല്ലപ്പെരിയാർ പൊട്ടാൻ പോകുന്നു, എനിക്ക് ഉറക്കമില്ല. ഓർമ്മയുണ്ടല്ലോ സാർ, എനിക്ക് ഉറക്കമില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അത് ഞങ്ങളുടെ കൂടെ ഞാൻ പോകുന്നു, ഞാൻ ഡൽഹിയിൽ പോകുന്നു, അദ്ദേഹം അവിടെ ചെന്ന് സത്യാഗ്രഹം എഴുതുന്നു എന്ന് പറയുന്നത് സമാനമായിട്ട് ജോസ് കെ മാണി എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹം പറയും, എനിക്ക് ഉറങ്ങാൻ സാധ്യമാകുന്നില്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ, കർഷക ജനതയെ, സാധാരണക്കാരെ പുലികൾ കൊണ്ടുപോകുന്നു, ആന ചവിട്ടിക്കൊല്ലുന്നു, പന്നി ഇടിച്ചു കൊല്ലുന്നു, കാട്ടുപോത്ത് ഇടിച്ചു കൊല്ലുന്നു. വന്യജീവിയുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കണം. അതിന് കേന്ദ്ര നിയമം തെറ്റാണെങ്കിൽ കേരളത്തിൽ നമ്മൾ നിയമം ഉണ്ടാക്കണം എന്ന് പറഞ്ഞതാണ്. അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. അദ്ദേഹത്തിൻ്റെ നല്ല ബുദ്ധിക്കാണ്
അത് ഇടതുപക്ഷത്തിനെതിരല്ല. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുമ്പോഴും കേരള കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തമായ നിയതമായ നിലപാടുകളുണ്ട്. അത് ഇടതുപക്ഷവുമായി സംയോജിപ്പിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ നിലപാടുകളൊന്നും മയംപെടുത്തുവാൻ ഞങ്ങൾ തയ്യാറല്ല. അറിയാലോ, മെർക്കുറിയും വെള്ളവുമായി ചേർന്നാൽ രണ്ടായിട്ട് നിൽക്കും. എന്നാലും നമ്മൾ ഒന്നാണെന്ന് വിചാരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് പാർട്ടി, ഞങ്ങൾക്ക് കേരളത്തിലെ ഒരു ജനവിഭാഗം ഞങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങൾ ഇടതുപക്ഷത്തായാലും അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയായാലും ഞങ്ങളുടെ നിലപാടുകളാണ്. അതിനകത്ത് അയവുവരുത്തുക ഞങ്ങൾ സാധ്യമല്ല. ഞങ്ങൾ രാഷ്ട്രീയത്തിനുപരി ജനപക്ഷത്താണ്. ജനങ്ങളുടെ ചെറിയതായ വിഷയങ്ങൾ പോലും ഏറ്റെടുത്തുകൊണ്ടാണ് കേരള കോൺഗ്രസ് പാർട്ടി നിൽക്കുന്നത്. നേരത്തെ നിൽക്കുന്ന ജോസ് കെ മാണി അതുകൊണ്ടാണ് പറഞ്ഞത്, അടിയന്തരമായി ഈ വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ നിയമസഭ വിളിച്ചു കൂട്ടണം. എന്തേ തെറ്റ്? എന്താണ് തെറ്റ്? വിളിച്ചു കൂട്ടണം, നിയമം നടപ്പിലാക്കണം. അപ്പോൾ ഇത്രയും വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് ഏറെക്കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ കാര്യമാണ്, ജോസ് കെ മാണി വിഭാഗം മുന്നണി വിടുമോ? ജോസ് കെ മാണി വിഭാഗമല്ല, കേരള കോൺഗ്രസ്. അതെ, ഞങ്ങളുടെ എന്താണ് പാർട്ടിയുടെ പേര് കേരള കോൺഗ്രസ് എം എന്നാണ്. ജോസ് കെ മാണി വിഭാഗം എന്നല്ല. അത് പഴയ കഥയായിരുന്നു. പണ്ട് PJ ജോസഫ് സാറൊക്കെ ഇങ്ങനെ വിഷയം ഉണ്ടാക്കിയ സമയത്താണ് ഞങ്ങളെ കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ പിന്നെ KM മാണിയാണല്ലോ നമുക്ക് ഓർമ്മ വരുന്നത്. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ ആ ജോസ് കെ മാണി എന്നങ്ങ് പറഞ്ഞത്. അല്ല, അങ്ങനല്ല. ഞങ്ങൾക്ക് നിയതമായിട്ട് ഞങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചു തന്നിട്ട് കേരള കോൺഗ്രസ് എം, ഞങ്ങളുടെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചു കേരള കോൺഗ്രസ് എം ഫോർ മാണി തന്നെയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ. അതാണ്ട് ചോദ്യം പൂർത്തിയായില്ല. അല്ല, ഞാനതാ ചോദിക്കുന്നത്, മുന്നണി വിടാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള സൂചന ഉണ്ടോ? സാറേ, ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇപ്പോൾ സേഫ് സോണിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 30-38 വർഷക്കാലം ഈ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ബീജാഭാവം ചെയ്ത് വിത്ത് പാവി മണ്ണിട്ട് പൊടിയിട്ട് വെള്ളമൊഴിച്ച് വളർത്തി വലുതാക്കി ഈ കേരളത്തിലെ ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് വന്നതിൽ ഞങ്ങളുടെ നേതാവ് KM മാണി സാറിൻ്റെ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ പ്രയത്നവും തള്ളിക്കളയാൻ പറ്റുന്നില്ല. ആ പാർട്ടിയെ ഒറ്റ ദിവസം കൊണ്ട്, താങ്കൾക്കറിയാമല്ലോ, ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നു ബെന്നി ബെഹനാൻ ആണെന്ന് തോന്നുന്നു അന്നത്തെ UDF-ന്റെ കൺവീനർ പറഞ്ഞ ഒരു വാക്കുണ്ട്, കേരള കോൺഗ്രസ് എമ്മിന് UDF-ൽ തുടരാൻ അർഹതയില്ല എന്നാ പറഞ്ഞത്. ഞങ്ങൾ അന്നും UDF-ന്റെ ഭാഗമാണ്. ഞങ്ങളുടെ MLA-മാർ ബഹുമാനായ റോഷി ഹസൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ MLA-മാരും ജോസ് കെ മാണിയാണെന്ന് എനിക്ക് തോന്നുന്നു ആ MP ആണ്. ഞങ്ങളെല്ലാം പകച്ചുപോയെന്ന്, ഞങ്ങൾ പാർട്ടി പ്രവർത്തകർ പകച്ചുപോയി. എന്ത് പറ്റി ഈ ബെന്നി ബെഹനാന് എന്ന് ചോദിച്ചപ്പോൾ അതിനെ എതിർക്കുവാൻ അന്നത്തെ മുഖ്യമന്ത്രി എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി സാറാണ്. ഉമ്മൻചാണ്ടി സാറോ കേരളത്തിൽ ഒരു കോൺഗ്രസ് നേതാക്കന്മാരും ഉണ്ടായില്ല. അവർ പോകുന്നെങ്കിൽ പൊക്കോട്ടെ, ആ നിലപാടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമായി അഭയം തന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. പക്ഷേ ആ മുന്നണിക്ക് തന്നെ ഇപ്പോൾ തിരികെ ജോസ് കെ മാണി വിഭാഗത്തെ അങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്നും ആഗ്രഹമുണ്ട്. വരട്ടെ സാറേ. പണ്ട് മാണി സാർ പറഞ്ഞൊരു ആപ്തവാക്യമുണ്ട്, സുന്ദരിയായ ഒരു സ്ത്രീ നിൽക്കുമ്പോൾ ആരും മോഹിക്കും. ആ മോഹം ചിലപ്പം എല്ലാവർക്കും കാണും. ആ മോഹമുണ്ടെങ്കിൽ ഈ സുന്ദരിയായ സ്ത്രീക്കും കൂടെ തോന്നണം, അപ്പം ആ മോഹത്തിന് പുറകെ പോകണം. അപ്പൊ കേരള കോൺഗ്രസ് നിത്യ യൗവനത്തിൽ തന്നെയാണ്. തീർച്ചയായിട്ടും മാണി സാറ് ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടി ഇന്നും നിത്യ യൗവനത്തിൽ തന്നെയാണ്. കേരളത്തിലെ മുഖ്യധാര മേഖലയിൽ ഞങ്ങൾ. പക്ഷേ VD സതീശൻ സഭാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നുണ്ട്. അതിനകത്തൊക്കെ ഈ കേരള കോൺഗ്രസിന്റെ കാര്യത്തിലുള്ള തീരുമാനം എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയായിരുന്നു? അല്ല, VD സതീശന്റെ പണ്ടൊരു നിലപാട് നമുക്കുണ്ട്. എന്തുവാ, ഈ അരമനകൾ കയറിയിറങ്ങരുത്, എന്തുവാ നേതാക്കന്മാർ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിന്നെ NSS ആസ്ഥാനത്തേക്ക് അതൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്, ഞങ്ങൾ 16-ാം തീയതി ഞങ്ങളുടെ കമ്മിറ്റി കൂടുന്നുണ്ട്. അന്ന് ഒരു നിലപാടുകൾ ഞങ്ങൾ എടുക്കും. അതിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. എന്തായാലും തീരുമാനം പാലയിൽ നിന്ന് തന്നെയാണ്. ജോസ് KM മാണി സാറിൻ്റെ ഭവനത്തിൽ നിന്ന് തന്നെയാണ്. അതിനകത്ത് യാതൊരു വ്യത്യാസം. കരിങ്ങോഴക്കൽ തറവാട്ടിലെ
നിലപാട് തന്നെയായിരിക്കും കേരള കോൺഗ്രസ് പാർട്ടിയുടെ. അതിനോടൊപ്പം ഞാനും നിൽക്കും, ഞങ്ങളുടെ പാർട്ടി നിൽക്കും, ഞങ്ങളുടെ റോഷി കർഷൻ നിൽക്കും, പ്രമോദ് നാരായണൻ നിൽക്കും, ഇവരെല്ലാം നിൽക്കും. അതിനകത്തൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.